നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ സാറിനെ ജയിക്കാൻ പത്മ മാഡം നോക്കാറുണ്ടെങ്കിലും പത്മ മാഡം സാറിന് വേണ്ടി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കമ്പനിയിലെ മെഷീനുകള് പത്മ മാഡവും ഇന്ദ്രജ മാഡവും ഉദ്ഘാടനം ചെയ്യുന്നാണല്ലോ തീരുമാനിച്ചത്. എന്നെ കൊണ്ട് ചെയ്യിച്ചില്ലെങ്കിൽ അത് നടക്കില്ലെന്നൊക്കെ സാറ് വെല്ലുവിളിച്ചിട്ടല്ലേ അന്ന് പത്മ മാഡവും സാറും തമ്മിൽ വഴക്കുണ്ടായത്. ആ വഴക്കിന്റെ പേരില് സാറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറിയാതെ പറ്റിപ്പോയോ? അബദ്ധത്തിൽ ഞാൻ ചെയ്തു പോയതല്ലേ? അയ്യോ, അത് അത്രയൊക്കെ താൻ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ? നന്ദിനി, എന്റെ അമ്മ അടങ്ങുന്ന ആ കൂട്ടം എന്നോട് ചെയ്തതൊക്കെ എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ തന്നോട്? ഇപ്പോഴും എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ താൻ നേരിട്ട് കാണുന്നതല്ലേ? എപ്പോഴെങ്കിലും അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുന്ന കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്നിട്ട് കാര്യമില്ല. പണ്ട് എന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചെയ്യുന്നൊന്നും മറ്റാർക്കും മനസ്സിലാവില്ല. ഇങ്ങനൊരു ജന്മമായിപ്പോ എന്റേത്. അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും. സാറിന് എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? പത്മ മാഡം അത്രയ്ക്ക് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാ ഞാൻ ചോദിച്ചു പോയത്. ഞാൻ അമ്മയോട് ചോദിച്ച ചോദ്യങ്ങൾ താൻ കേട്ടില്ലേ? അതിന് തനിക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ? നന്ദിനി ഓൺ ചെയ്യേണ്ട സ്വിച്ചില് കറണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ ഓൺ ചെയ്ത സ്വിച്ചില് കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ താൻ ഓൺ ചെയ്യേണ്ട സ്വിച്ചിലായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നത്. അതിന്റെ അർത്ഥം എന്താ? അറിഞ്ഞോ അറിയാതെയോ ആരോ അമ്മയെ അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല, തന്നെ അപായപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തതാ. ഇതൊക്കെ കൂട്ടി വായിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? താൻ ആ കമ്പനിയിലെ മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോ അഭിമാനം കെട്ടുപോകുന്ന കുറച്ചു പേരുണ്ടായിരുന്നു അവിടെ. ഒന്ന് എന്റെ അമ്മ, രണ്ട് ആ സ്ഥാനം മോഹിച്ച എന്റെ ചേച്ചി, പിന്നെ എന്തിനും ഏതിനും ചേച്ചിക്ക് കൂട്ടു നിൽക്കുന്ന ചേച്ചിയുടെ ഭർത്താവ്, പിന്നെ ഇവരെയൊക്കെ ഒരുപോലെ എരിവ് കയറ്റുന്ന എന്റെ അനിയത്തി. ഇവരിൽ ആരെങ്കിലും പ്ലാൻ ചെയ്ത് ആയിക്കൂടെ തന്നെ കൊല്ലാൻ വേണ്ടി? അങ്ങനെ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സ്വിച്ച് ഇടുമായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും ത്യാഗം ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞതാ. അപ്പോഴാ ജീവൻ കൊടുത്ത് സഹായിക്കുന്നത്. നന്ദിനി, ഇതെനിക്ക് തെളിയിക്കണം, അല്ലെങ്കിൽ പത്മ മാഡം ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കും. ഇത്രയും നാൾ അവരെന്നോട് തന്നോട് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഈ ഒരൊറ്റ കാരണം പറഞ്ഞ് നേരിടും. ആരുടെ തോൽവി ആരുടെ ജയം എന്നൊന്നും കരുതണ്ട. ഇതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ കുടുംബത്തെ ആർക്കും ഇതിൽ ബന്ധമില്ലെങ്കിൽ വേറെ ആരും ഇതിന്റെ പുറകിലുണ്ടെന്നല്ലേ? അതും കമ്പനിയിൽ തന്നെ. കണ്ടുപിടിക്കാം. പിന്നെ ഇതിന്റെ പേരിൽ പത്മ മാഡം വീട്ടിൽ തിരിച്ചെത്തി കോലാഹലം ഉണ്ടാകും. അപ്പൊ തല കുനിച്ചു നിന്ന് അവര് പറയുന്നതെല്ലാം ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന പോലെ താൻ പെരുമാറുന്ന അങ്ങനെ ഞാൻ കണ്ട എന്റെ രീതി മറന്നു നോക്കൂ. മനസ്സിലായോ? സാർ, അവിടെ നടന്ന ദേഷ്യം മുഴുവൻ എന്നോട് കാണിക്കാതെ. ഞാൻ ദേഷ്യപ്പെട്ടോ? പറ. ഞാൻ ദേഷ്യപ്പെട്ടോ? പറ. ഇത് പിന്നെ ദേഷ്യല്ലേ? എന്റെ ഇറിറ്റേഷൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന ഒരു ചായയോ ജ്യൂസോ കുടിച്ചോ ഒന്ന് റിലാക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. അതെ, ഈ ചായ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ദേഷ്യം വരുന്ന സംഭവം അല്ലല്ലോ. ആണോ? എന്നാ പോവാം സാർ. എന്നാ പോവാം.